ചില വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അതൊന്ന് സേവ് ആക്കി വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിക്കട്ടോ. അങ്ങനെ എൻ്റെ സേവ് ലിസ്റ്റ് കാണുന്ന ചെതല് പിടിച്ചൊരു ഐറ്റമാണ് കേട്ടോ ഇത്. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഒരു വകഭേദം എന്ന് വെച്ചാൽ അതേപോലെയൊക്കെ തന്നെയാണ് ഏകദേശം ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഓരോരുത്തർ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എത്രയാണോ മുട്ടയുള്ളത് അത്രയും മുട്ട എടുത്ത് പുഴുങ്ങിയതായി ഇതേപോലെ ചുരണ്ടിയെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ചെറുതാക്കി അറിയാം നമ്മുടെ സവാള, പച്ചമുളക്, കറിവേപ്പില അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ നല്ലപോലെ ഉടച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഉരുട്ടി ബോളാക്കി മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് റസ്കിൻ്റെ പൊടിയിലും കൂടെ ഡിപ്പ് ചെയ്തുപോലെ ഉരുട്ടിയെടുത്ത് വെക്കുക. എന്നിട്ട് നല്ല ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ചൂടായി കഴിഞ്ഞ ശേഷം എണ്ണ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടോ ഇതാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മതി. അപ്പം തന്നെ അത് കുക്കായി കിട്ടും. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ ഒരു കോലൊക്കെ കുത്തി കൊടുക്കുക. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ.